പുഷ്പ 2-വിൽ ഡാൻസിംഗ് റാണി ശ്രീലീല ആറാടി ഐറ്റം നമ്പർ യൂട്യൂബിൽ കത്തിക്കയറുകയാണ്. പാട്ട് പുറത്തിറങ്ങിയതു മുതൽ പ്രേക്ഷകരുടെ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഗാനം. അതോടെ പുഷ്പ 2-വിലെ കിസിക് പാട്ട് ട്രെൻഡിംഗിലും ഇടം പിടിച്ചു. ഇതോടെ പാട്ടിലെ ശ്രീലീലയുടെ പ്രകടനവും ശ്രീലീല എന്ന നടിയെക്കുറിച്ചും ചർച്ചയാവുകയാണ്. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിച്ചത്. പുഷ്പ ആദ്യ ഭാഗത്തിന് പിന്നാലെ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ സാമന്ത ചെയ്ത മനോഹരമാക്കിയ ഐറ്റം ഡാൻസ് രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ ഉണ്ടാകുമോ എന്നാണ്. അതിൽ സാമന്തയാണോ എന്നും സംശയമുണ്ടായിരുന്നു. പുഷ്പ 2-ന്റെ ഓരോ അപ്ഡേറ്റിനും പ്രേക്ഷകർ വലിയ പ്രാധാന്യമാണ് നൽകിയത്. അത്തരത്തിലെ റിപ്പോർട്ടിലാണ് സാമന്തയല്ല ശ്രീലീലയാണ് ഇത്തവണ എത്തുന്നത് എന്നാണ്. എന്തായാലും ഡാൻസിൽ സാമന്തയോ ശ്രീലീലയോ എന്ന പ്രേക്ഷകരുടെ ആകാംക്ഷയും പ്രതീക്ഷയും തെറ്റിക്കാതെയായിരുന്നു പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ പ്രകടനം. ശ്രീലീല എന്ന നായിക വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് ചെയ്തത്. പക്ഷേ അഭിനയത്തിലൂടെ മാത്രമല്ല താരം ആളുകളുടെ നെഞ്ചിലേക്ക് തറച്ചു കയറിയത്. 2 തകർപ്പൻ പാട്ടുകളിലൂടെയാണ് ശ്രീലീല സിനിമാ ലോകത്തിലെ താരപദവിയിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. ആ യാത്രയിലൂടെ നൃത്തരാജ്ഞി എന്ന പേരിലേക്ക് താരം വളർന്നു. പുഷ്പ 2-വിലൂടെ അല്ലു അർജുനോടൊപ്പം ഫാസ്റ്റ് ചുവടുകൾ വെച്ചതോടെ ശ്രീലീലയുടെ പേര് വീണ്ടും സിനിമാ ലോകത്ത് ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്ക്രീൻ പ്രസൻസ് കൊണ്ടും തന്റെ ചടുലമായ നൃത്തരീതി കൊണ്ടും നിരവധി ആരാധകരെ താരത്തിന് ഇതിനോടകം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചു. വെള്ളിത്തിരയിൽ ബാലതാരമായിട്ടാണ് ശ്രീലീല അരങ്ങേറ്റം കുറിക്കുന്നത്. അതും 14-ാം വയസ്സിൽ. കിസ് എന്ന ചിത്രത്തിലാണ് തുടക്കം. പിന്നീട് വളരെ കുറച്ച് സിനിമ മാത്രമാണ് ശ്രീലീല ചെയ്തത്. മാത്രമല്ല ആ സിനിമകളൊന്നും തന്നെ അത്ര പച്ച പിടിക്കാതെയും വന്നു. പിന്നീട് താരത്തെ അത്ര വലിയ രീതിയിൽ സിനിമകളിൽ കണ്ടില്ല. പിന്നീടാണ് ഗുണ്ടൂർക്കാരം എന്ന ചിത്രത്തിൽ ശ്രീലീല എത്തുന്നത്. അതിൽ മഹേഷ് ബാബുവിനോടൊപ്പം മടത്തപ്പെട്ടി എന്ന ഗാനത്തിൽ അസാധ്യമായ ഡാൻസുമായി ശ്രീലീല എത്തിയതോടെ ലെവലങ്ങ് മാറി. പിന്നീട് ശ്രീലീലയുടെ ഫാൻസായി പ്രേക്ഷകർ മാറി. ആ പാട്ടിലെ നൃത്തത്തിലൂടെ ശ്രീലീലയെ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ താരം തിരക്കുള്ള പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറി. ശ്രീലീല കൂടുതലായും ഗ്ലാമറസ് വേഷങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ശ്രീലീല തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത്. താരപദവിയിലേക്ക് ശ്രീലീല ഉയരുന്നത് രവിതേജയുടെ ധമാക്കയിലൂടെയാണ്. ധമാക്ക സൂപ്പർ ഹിറ്റായതോടെ താരത്തിന്റെ ഡാൻസും ലുക്കുമെല്ലാം ആരാധകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ യാത്രയിൽ പുതുമുഖ നടിക്കുള്ള അവാർഡടക്കം നിരവധി അവാർഡുകൾ താരത്തെ തേടിയെത്തുകയും ചെയ്തു. സിനിമയെ വെല്ലുന്ന കഥയാണ് ശ്രീലീല എന്ന നടിയുടേത്. ശ്രീലീലയുടെ പിതാവ് വ്യവസായിയായ സുരപനേനിയാണ്. ഗൈനക്കോളജിസ്റ്റായ സ്വർണലതയാണ് അമ്മ. താരത്തിന്റെ ജനനത്തിനു മുമ്പ് തന്നെ മാതാപിതാക്കൾ തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ശ്രീലീലയുടെ ജനനം അമേരിക്കയിലാണ്. പക്ഷെ താരം വളർന്നതും പഠിച്ചതുമെല്ലാം ബംഗളൂരിലാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീലീല നൃത്തം അഭ്യസിച്ചിരുന്നു. ആയതിനാൽ തന്നെ സിനിമയിലെ ഗാനങ്ങൾക്ക് അവതരിപ്പിക്കുന്ന ഓരോ നൃത്തച്ചുവടുകളും അസാധ്യമായി ചെയ്യാനും താരത്തിന് സാധിച്ചു. ശ്രീലീലയ്ക്ക് സിനിമകളുടെ തിരക്കുണ്ടെങ്കിൽ പോലും MBBS ബിരുദം നേടി. ഇനി മെഡിസിനിൽ MD എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് താരം. ഇതിലൊക്കെ ഉപരി ഒരു നടിയും ഡോക്ടറും എന്നതിനപ്പുറം 2 കുട്ടികളുടെ അമ്മ കൂടിയാണ് ശ്രീലീല. തന്റെ 23-ാം വയസ്സിലാണ് താരം അമ്മയാകുന്നത്. ഇത് പലർക്കും അറിയാത്ത വിഷയമാണ്. ഭിന്നശേഷിക്കാരായ 2 കുട്ടികളെയാണ് ശ്രീലീല ദത്തെടുത്ത് വളർത്തുന്നത്. ബൈ ടു ലവ് എന്ന കന്നഡ ചിത്രത്തിൽ ചെറിയ പ്രായത്തിൽ അമ്മയാകുന്ന നടിയായിട്ടായിരുന്നു താരം അഭിനയിച്ചത്. സിനിമയുടെ ഭാഗമായി താരം അനാഥാലയം സന്ദർശിച്ചു. അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോഴാണ് 2 കുട്ടികളെ ദത്തെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് താരം എത്തുന്നത്. ആ തീരുമാനം ശ്രീലീല എടുക്കുന്നത് 21-ാം വയസ്സിലാണ്. ഗുരു എന്ന ആൺകുട്ടിയെയും ശോഭിത എന്ന പെൺകുട്ടിയെയും 2022-ലാണ് ദത്തെടുക്കുന്നത്. 23-കാരിയായ പാൻ ഇന്ത്യൻ താരം അങ്ങനെ സിനിമാ ലോകത്ത് തന്നെ മാതൃകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.